നമ്മൾ വീട്ടിൽ എങ്ങനെ ശുദ്ധമായ റാഗിപ്പൊടി തയ്യാറാക്കുന്നത് എന്ന് ഈ വീഡിയോ കൂടെ കാണാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് റാഗി വാങ്ങിച്ച് നല്ലോണം കഴുകി നല്ല വെയിൽ കൊണ്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു മായവും ചേർക്കാണ്ട് കേടുകൂടാണ്ട് നമുക്ക് ഈ പുല്ലുപൊടി അതായത് റാഗിപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ശുദ്ധമായി തയ്യാറാക്കാം. ഇന്ന് നമ്മുടെ കിച്ചണിൽ നമുക്ക് പുല്ലുപൊടി എങ്ങനെയാണ് നല്ല ശുദ്ധമായിട്ട് തയ്യാറാക്കാൻ നോക്കാം. ഒരു മായവും ചേർക്കാത്ത റാഗിപ്പൊടി അതായത് പുല്ലുപൊടി നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെങ്ങനെ നല്ല കഴുകി നല്ല വൃത്തിയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ പുല്ല് ഞാൻ അങ്ങനെ വാങ്ങിച്ചു. അത് നമ്മൾ കൊച്ചു കുട്ടികൾക്കും ഒക്കെ കുറുക്കാക്കി കൊടുക്കുന്നതാണ്, അതുപോലെ പ്രായമായവർക്കും ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ലോണം അയൺ കണ്ടൻറ്റ് ഉള്ളതിന് നമുക്കിത് പുല്ലുപൊടി പൊടിയാക്കി കഴിച്ചാൽ നല്ല HB കൂടാനും അതുപോലെ ബ്ലഡ് കൗണ്ട് കൂടാനും രോഗപ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പുല്ലുപൊടി നമുക്ക് ഇങ്ങനെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നത് നല്ല മായമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കടയിൽ നിന്ന് പുല്ലായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് 1 കിലോനാണ് വാങ്ങിച്ചുള്ളത്. 1 കിലോ പുല്ല് വാങ്ങിച്ച് ഇതുപോലെ കരടൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ നമ്മൾ വീട്ടിൽ തന്നെ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റും. പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് കഴുകുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ അറിയാം അതിൻ്റെ അഴുക്ക് എങ്ങനെയാണ് വരണേന്ന് കണ്ട. വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം തിരുമ്പി കഴുകണം. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ തിരുമ്പി കഴുകാനൊക്കെ പറ്റും. നമ്മളെല്ലാ പൊടികളും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി ഏറ്റവും ബെസ്റ്റാണ്. എത്ര ശുദ്ധമാണെന്ന് പറഞ്ഞാലും നമുക്കറിയാം അഴുക്ക് എന്തോരം ഉണ്ടാവുമെന്ന്. നോക്കിയത് ഒരു വട്ടം കഴുകുമ്പോൾ കണ്ടില്ലേ അഴുക്ക് ഇങ്ങനെ ഇളകി വരുന്നത്. അപ്പം നമ്മൾ 2 കൈ കൊണ്ട് നല്ലോണം അരിയൊക്കെ കഴുകണ പോലെ തന്നെ നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ഇത് നമ്മളൊരു 6-7 തവണയെങ്കിലും ഇതുപോലെ കഴുകണം. അപ്പോഴാണ് അതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ല ആയിട്ട് കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മൾ കഴിക്കുന്നതിനുള്ള ഗുണം കിട്ടുള്ളൂ. വാങ്ങിക്കണ പൊടിയൊക്കെ എന്തോരം മായ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല. ആദ്യത്തെ വട്ടം കഴിയപ്പോൾ കണ്ടില്ല ഇതുപോലെ അഴുക്കുണ്ട് കണ്ടാ. ഇതിന് നമുക്ക് ഊറ്റി കഴുകിയിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇതുപോലെ ഒരു 7-8 വട്ടം കഴുകിയപ്പോഴാണ് ഇതുപോലെ കണ്ട നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം വരെയായി. എന്നിട്ട് വേണം നമ്മൾ കഴുകൽ നിർത്താൻ. എത്ര അഴുക്ക് പോകണം അതുവരെ കഴുകണം. അല്ല ഇതുപോലെ ക്ലിയർ ആയിട്ട് കിട്ടണം. എന്നിട്ട് നമ്മൾ ഒരു വാല വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ ഇത് കഴിക്കാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ വെള്ളം വാർത്ത് വയ്ക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ലൊരു പാത്രത്തിൽ വാല വയ്ക്കാം. 2 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് വെള്ളം വാർന്നോളൂ. അതിന് ശേഷം നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കാം. ഞാനിപ്പോൾ ഒരു തോർത്ത വെച്ചുള്ളത് നല്ലൊരു കോട്ടൺ തുണി വെക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ കഴുകി വാല വെച്ചത് ഇങ്ങനെ പുല്ലിങ്ങനെ ഇടാം. ഇത്ര ശുദ്ധമായിട്ട് നമുക്ക് വാങ്ങിച്ചാലും ഒന്നും കിട്ടില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ തയ്യാറാക്കിയാൽ തന്നെ കിട്ടുള്ളൂ. പിന്നെ നമ്മളിത് ഇത്തിരി അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കാം. ഇതാകുമ്പോൾ നമുക്ക് മിക്സിയിൽ തന്നെ പൊടിപ്പിച്ചെടുക്കാം. അതൊന്ന് 2 വെയിൽ കൊണ്ടാൽ മതി. നല്ല വെയിൽ കൊട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് പൊടിയും. പിന്നെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പൊടിച്ച് വെച്ച് ബാക്കി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ എടുത്തു വെച്ചാൽ മതി. അപ്പം നമ്മുടെ റാഗി ഒരു 2 ദിവസം ഒന്ന് ഉണങ്ങിയാൽ മതി. നല്ല വെയിലുണ്ടെങ്കിൽ 1 ദിവസം മതി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ ഒരു മണി എടുത്തിട്ട് വായലിട്ട് കടിച്ച് നോക്കിയാൽ പൊട്ടി വരണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് പാകം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് പൊടിക്കുക. കുറച്ചെടുത്തിട്ട് പൊടിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് പൊടിച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ടിന്നിൽ അടച്ച് വെക്കുകയും ചെയ്യാം. വെയിൽ കൂടണതിനനുസരിച്ച് നമ്മുടെ പൊടിക്ക് ഒരു കുഴപ്പവും വലിയ നല്ല ഇതാവും. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പൊടിച്ച് ആവശ്യത്തിന് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ ഒരു വെയിലത്തും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു കുഴപ്പമില്ലാത്ത പൊടി കിട്ടും. ആവശ്യത്തിന് പൊടിക്കുകയും ചെയ്യാം. അപ്പം നമുക്കിത് ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റാഗി പൗഡർ ഇതിങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന നല്ലോണം ഫൈനായിട്ട് പൊടിച്ചാൽ പിന്നെ പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടി അരിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പിന്നെ പുല്ലുപൊടി കൊണ്ട് നൂലപ്പ എന്താ വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാം. ഈ ഒരു പാകത്തിലേക്കാവും. ഇനി നമുക്കൊന്ന് അരിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളൊരു അരിപ്പയിൽ ഇട്ട് ഇതേപോലെ ഇതിൻ്റെ അരിവശത്തൊക്കെ ഉണ്ട്. അപ്പോൾ തട്ടി ഇതുപോലെ അരിക്കാം. ഒരു തരിയൊന്നുമില്ല. അപ്പം അത്ര ഫൈനായിട്ട് കണ്ട പൊടിഞ്ഞുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗിപ്പൊടി നമുക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായ പുല്ലുപൊടി അതായത് റാഗിപ്പൊടി തയ്യാറാക്കാൻ പറ്റും.
ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിന് പൊടിച്ചാൽ മതി. പിന്നെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റാഗി നമുക്ക് ടിന്നിൽ അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെയിൽ കൊള്ളിക്കുക, നമുക്ക് ആവശ്യം അനുസരിച്ച് പൊടിപ്പിക്കുകയും ചെയ്യാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.